ഒരു ഹോസ്പിറ്റൽ ബില്ല് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചാൽ എല്ലാ പൈസയും ഇല്ലാതാക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റും. അതായത് ഇന്ത്യയില് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 12 to 14% വരെയാണ്. സാധാരണ ഇൻഫ്ലേഷൻ എല്ലാ കൊല്ലവും ഒരു 6 to 7% ആണ് മോസ്റ്റ്ലി. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഇരട്ടിയാണ്. നമ്മളൊരു ചെറിയ അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 3-4 ദിവസം പോയിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 50,000 മുതൽ 1,00,000 വരെയാണ് ചെലവ്. ഒരു മേജർ സർജറി ആയിട്ട് പോയാലോ അത് 10 ലക്ഷത്തിന് മുകളിൽ വരെ വരാം. ബട്ട് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സുരക്ഷയാണ് ആക്ച്വലി മെഡിക്കൽ ഇൻഷുറൻസ്. പല മിഡിൽ ക്ലാസ് ഫാമിലിയും ആ ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ നിന്ന് കടം മേടിക്കുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുകയോ ചെയ്യുന്നത്. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഈ ഇടയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ആക്ച്വലി, ഇന്ന കമ്പനി ഇത്ര പേര് ലേ ഓഫ് ചെയ്തു, ഇന്ന കമ്പനി ഇത്ര പേര് ലേ ഓഫ് ചെയ്തു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ഇഗ്നോർ ചെയ്യപ്പെടാവുന്നേ ഉള്ളൂ. സോ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമ്പത്തിനെ വളർത്തുകയാണ് ചെയ്യുക. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പത്തിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? പ്ലീസ് കമന്റ് ചെയ്തിട്ടുണ്ടോ?